ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അൻസു പറഞ്ഞ പോലെ ഇതാണ്, അല്ലെങ്കിൽ ഹരിദാസ് പറഞ്ഞ അതിന്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് അറിയണം. പ്രവർത്തനം പറഞ്ഞാൽ അതിന്റെ ഒരു കോമ്പണന്റ് ആണെങ്കിലും ആ കോമ്പണന്റിന്റെ പ്രവൃത്തി, ഏത് കമ്പോണന്റിന്റെ ആണെങ്കിലും പ്രവൃത്തി നമുക്ക് അറിയണം. അപ്പോഴാണ് അതിന്റെ റൂട്ട് കാസ് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് കാസ് കണ്ടുപിടിക്കാം. അപ്പോൾ ആസിഫ് പറഞ്ഞതിലേക്ക് അതായത് ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് പറഞ്ഞ പോലെ തന്നെയാണ്. ഏത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റണം. ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമാണ്. ചിലപ്പോൾ അതിന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ കുറച്ച് കാലം ടെക്നീഷ്യനായി അത് കഴിഞ്ഞ എല്ലാ കാലവും നമുക്ക് ടെക്നീഷ്യനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു 40 വയസ്സ് വരെയൊക്കെ തന്നെ ഈ മൈക്രോസ്കോപ്പിൽ കൂടി ഇതിലേക്ക് നമ്മളൊരു എന്റർപ്രണർ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക് ടെക്നീഷ്യന്മാരെ വെച്ചിട്ട് ജോലി ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷോപ്പ് ബിൽഡ് ചെയ്യണം. അതൊക്കെ നമ്മുടെ ലക്ഷ്യമാവാം. പക്ഷെ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് ആസിഫ് പറഞ്ഞ പോലെ തന്നെ ഏത് കംപ്ലൈന്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലും ശരിയാക്കാൻ പറ്റണ്ടേ. അല്ലാത്തവരെ എന്താ നമ്മൾ പറയാം, അല്ലാത്തവരെ നമ്മൾ പറയും ചിലക്ക് ഒരു മുറിവൈദ്യന്മാരാണെന്നൊക്കെ പറയും. ശരി, എന്താ മുറിവൈദ്യന്മാരാണെന്ന് പറഞ്ഞാൽ മുറിവൈദ്യന്മാര് ആളെ കൊല്ലുന്നൊക്കെ പറഞ്ഞേക്കാം. മുറിവൈദ്യന്മാര് ആളെ കൊല്ലുന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ അറിയും. ആ ആളെ കൊല്ലുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബോഡിനെ തെറ്റാക്കും, പിന്നെ ആർക്കും അത് ശരിയാക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ആയി മാറും. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ആ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്താം. ഏത് ഫോൺ, നമ്മൾ മൊബൈൽ ഫോണിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ അധികം ബ്രാൻഡുകളുണ്ട്. ഏതൊക്കെ ബ്രാൻഡുകളുണ്ട്. ഏത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും ഇപ്പൊ ഒരാൾ പറയണേ ഞാൻ സാംസങ് മാത്രമേ ചെയ്യുള്ളൂ, എന്റെ കയ്യിൽ സാംസങ് ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ശരിയാകും. അല്ലെങ്കിൽ എന്റെ കയ്യിൽ വിവോ കിട്ടിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ശരിയാകും. എന്റെ കയ്യിൽ ഓപ്പോ കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം ശരിയാക്കും. അത് മതിയാവും നമുക്ക് അഡ്മിഷൻ. ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം ശരിയാകും. അതല്ല, ശരിക്കും ഏത് ബ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാലും ഏത് കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാലും അപ്പൊ ആ എയിമിനെ കുറിച്ചിട്ട് ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തണം. ഏത് ബ്രാൻഡ് കിട്ടിക്കഴിഞ്ഞാലും ഏത് കംപ്ലൈന്റ് എത്തിക്കഴിഞ്ഞാലും ശരിയാക്കാൻ പറ്റുന്ന തരത്തില് നമ്മളായി മാറുക എന്നുള്ളതാണ് ഒരു മൊബൈൽ ഫോൺ ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ നോക്കി അത് എങ്ങനെ ആവാം. ഇപ്പൊ നിങ്ങൾ ഏതൊക്കെയാ ആവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, ഇനി ഈ ഏത് ഫോൺ കംപ്ലൈന്റ് ശരിയാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മളായി മാറണം. അതിലേക്കുള്ള ഗ്യാപ്പ് എന്താണ്? അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഇതിന്റെ ഗ്യാപ്പ് എന്താ? ഇപ്പൊ ആസിഫ് നേരത്തെ പറഞ്ഞു എല്ലാരും എയിം, അതല്ലാത്ത വേറെ എന്തെങ്കിലും എയിം ഉണ്ടോ? ടെക്നീഷ്യൻ ഈ പറഞ്ഞ എയിം അല്ലാത്ത വേറെ എന്തെങ്കിലും എയിം ഉണ്ടോ? നമ്മുടെ കയ്യിൽ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തി ഏത് ബ്രാൻഡും എന്നുള്ളത് കൂടി എഴുതി ചേർത്തു. ഏത് ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? സാംസങ് വരുന്നുണ്ട്, ഓപ്പോ വരുന്നുണ്ട്, MI വരുന്നുണ്ട്, ഐഫോൺ വരുന്നുണ്ട്, അല്ല വിവോ വരുന്നുണ്ട്. ഇപ്പോ ആൻഡ്രോയിഡും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. ആൻഡ്രോയിഡ് കാറ്റഗറി, iOS കാറ്റഗറി, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം. ഈ iOSന്റെയും ആൻഡ്രോയിഡിന്റെയും ഏത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും ശരിയാക്കാൻ പറ്റുന്ന ഒരു ആളായി മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ശരിയല്ല? അപ്പോ പിന്നെ നമ്മൾ വേറൊരു ഇതില് ഇപ്പൊ നമ്മൾ ഒരു ഫാനിന് എക്സാമ്പിൾ ആയിട്ട് ഫാനിന് വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഇട്ടാ കറങ്ങണില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു കംപ്ലൈന്റ് മാത്രമാണോ ഉണ്ടാവുക? കറങ്ങണില്ല എന്നുള്ളതിന് കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആവണില്ല എന്നുള്ള രീതിയിൽ പെടുത്താം, ഡെഡ് എന്നുള്ള കാര്യം. പക്ഷെ മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം ചാർജിങ് വേറൊരു കംപ്ലൈന്റ് ആണ്, പിന്നെ ബ്ലൂടൂത്ത് വൈഫൈ വർക്ക് ചെയ്യുന്ന വേറെ കംപ്ലൈന്റ് ആണ്, ക്യാമറ വർക്ക് ചെയ്യാത്ത വേറൊരു കംപ്ലൈന്റ് ആണ്, പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ടച്ച് വർക്ക് ചെയ്യാത്ത വേറെ കംപ്ലൈന്റ് ആണ്. അപ്പൊ കുറേയധികം കംപ്ലൈന്റുകളും കുറേയധികം ബ്രാൻഡുകളുമുള്ള ഒരു ഫീൽഡിൽ നിന്നിട്ട് നമ്മൾ അത് എന്ത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും ഏത് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും ശരിയാക്കാം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നിങ്ങളോട് വന്നിരിക്കുന്നത്, അല്ലെ? അപ്പൊ പിന്നുള്ളത് എങ്ങനെ, ഹൗ ബിക്കം എ പെർഫെക്റ്റ് പ്രൊഫഷണൽ ടെക്നീഷ്യൻ. പെർഫെക്റ്റ് പ്രൊഫഷണൽ ടെക്നീഷ്യൻ, ഇതിന്റെ ആൻസർ ആണ് ചോദിച്ചത്. നമുക്ക് ആവണം എന്നുള്ളതുണ്ട്. എങ്ങനെ നമുക്ക് ആവാൻ പറ്റും?
അവിടെ നിന്നുള്ള നല്ല ലക്ഷ്യമൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെ എന്നുള്ളത് അപ്പൊ നിങ്ങൾ ഏകദേശം കഴിഞ്ഞ ബാച്ച് ഏകദേശം വൈൻഡപ്പോടത്തിന് ഉള്ള കുട്ടികളാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഞാനത്തെ ഗ്യാപ്പിന്റെ ഉത്തരമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്, ഇനി എവിടേക്ക് എത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പാണ് പറയാൻ പറഞ്ഞത്. ഐ സി വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ വൈഫൈ ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് അതൊക്കെ ചെയ്യും. ഇനി ഏത് ചെയ്യാനാണ് ആ ഒരു ഗ്യാപ്പ് ഉള്ളത്? സി പി യു ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോ ഇത് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ട്. അതിനു മുമ്പേ ആ ഒരു ഫോണിനെ സി പി യുന്റെ കംപ്ലൈന്റ് ആണോ എന്ന് ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഇപ്പൊ സി പി യു ചെയ്യാനുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ ഹാൻഡ് സ്കില്ലാണ്. ചിലപ്പോൾ ഡബിൾ ഡെക്കർ അയച്ചു വരും, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഇതാണ്. പക്ഷെ അത് ഈ ഒരു കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സി പി യുവിന്റെ തന്നെ കംപ്ലൈന്റ് ആണ് എന്നുള്ളത് തിങ്ക് ചെയ്യാനുള്ള ഗ്യാപ്പ് ഉണ്ടോ? ഇല്ല. എന്തായാലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ചോദ്യം മനസ്സിലായോ? പറ്റൂലേ? പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഗ്യാപ്പാണ് നമുക്ക് ഫില്ല് ചെയ്യുന്നത്. അതായത് എന്താണ്, ഒരു കംപ്ലൈന്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കംപ്ലൈന്റ് എന്താണെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നീഷ്യന്റെ ഫസ്റ്റത്തെ പ്രയോറിറ്റി. എന്നാലല്ലേ നിങ്ങൾക്ക് ഏത് ഫോണും കംപ്ലൈന്റ് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റുമെന്നുള്ളത്. ഇതിപ്പോ പേര് ആഷിർ പറഞ്ഞു സി പി യു, ബാക്കിയുള്ളതെല്ലാം ഓക്കെയാണ്, സി പി യു മാത്രമാണ് എനിക്കുള്ളൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞു. പക്ഷെ അത് സി പി യുവിന്റെ കംപ്ലൈന്റ് ആണോ, സി പി യുവിന്റെ അല്ലേ, വേറെ എന്തെങ്കിലും ആണോ? നമുക്ക് മേ ബി സി പി യു. അപ്പൊ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ സി പി യു റീബോൾ ചെയ്തിട്ടു, സി പി യു ഒക്കെ നമ്മൾ റീബോൾ ചെയ്തിട്ട് സി പി യു റീബോൾ ചെയ്തത് ശരിയാകാത്തത് കൊണ്ടാണോ ഈ പ്രോബ്ലം വീണ്ടും ശരിയാകാതെ തന്നെ ആയത്? നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, വീണ്ടും അയക്കും, വീണ്ടും റീബോൾ ചെയ്യും, രണ്ടാമത്തെ മൂന്നാമതും അയക്കും, മൂന്നാമതും റീബോൾ ചെയ്യും. മേ ബി എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ശരിക്കും ആക്ച്വലി പ്രോബ്ലം എന്തായിരിക്കും? ചിലപ്പോ സി പി യുവിന്റെ പ്രശ്നമാവും. എന്താണ്? സി പി യുവിന്റെ കണക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ബക്ക് വോൾട്ടേജ് ആവാം, വോൾട്ടേജ് ലൈനിൽ എന്തെങ്കിലും ഷോർട്ടേജ് ആവാം, സി പി യുന്ന് വരുന്ന സിഗ്നൽ ഷോർട്ട് ആവാം, കപ്പാസിറ്റർ ഏതെങ്കിലും ഷോർട്ട് ആവാം. അത് കണ്ടുപിടിക്കുക, ആ ഒരു ഗ്യാപ്പും കൂടിയാണ് നിങ്ങൾ ശരിക്കും തിങ്ക് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അത് എങ്ങനെയാണ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക? അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സിലബസിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച ഇലക്ട്രോണിക്സ് എന്നത്. എന്താണുള്ളത്? അതും ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വെറുതെ ഇലക്ട്രോണിക്സ് അതിന്റെ കൂടെ ഉൾപ്പെടുത്തിയതല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇലക്ട്രോണിക്സ് ഉൾപ്പെടുത്തിയത്? ഇതൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ ബോർഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാ? ഏതൊക്കെയാണ് കമ്പോണൻസ് ഉള്ളത്? റെസിസ്റ്റർ, കപ്പാസിറ്റർ, കോയില്, ഐസികള്, ഡയോഡ്, ട്രാൻസിസ്റ്റർ. ഈ 5-6 സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഡീപ്പ് നോളേജ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഡയഗ്നോസിസ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. അപ്പൊ പിന്നെ ഉള്ളത് എന്താ? പിന്നെ എങ്ങനെയാ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുക? അപ്പോ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ വേണം. ഈ ഇലക്ട്രോണിക്സ് ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസ് ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഡയഗ്നോസിസ് എങ്ങനെ ചെയ്യാം? നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് ടൂളുകളാണ്. ഒന്ന് ഈ കാണുന്ന പവർ സപ്ലൈയും, ഒന്ന് നിങ്ങൾ കാണുന്ന മൾട്ടിമീറ്റർ. ഇത് രണ്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഈ ഓസിലോസ്കോപ്പ് ഒക്കെ പറഞ്ഞു. ഓസിലോസ്കോപ്പ് ഒക്കെ അതിന്റെ ഡീപ്പ് ലെവല് 5G ഫോണുകളൊക്കെ അതിന്റെ സിഗ്നലൊക്കെ കറക്റ്റ്. ഇത് രണ്ടിനെ കുറിച്ചിട്ട് ഡീപ്പ് നോളേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓസിലോസ്കോപ്പ് ഒക്കെ വെച്ച് ഇതിനേക്കാളും കൂടുതൽ ഓസിലോസ്കോപ്പ് ഉപയോഗിക്കാൻ കുറച്ചുകൂടി സമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ. പക്ഷെ പവർ സപ്ലൈയും മൾട്ടിമീറ്ററും ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനം കറക്റ്റായിട്ട് ഏത് ഉറക്കത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാൻ പറ്റും അതിന്റെ പ്രവർത്തനം. അപ്പൊ അതിലെന്ത് വരും? അതിന്റെ ബൂട്ട് സീക്വൻസ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് എടുക്കുകയാണ്, ഒരു ഹെഡ് ഫോൺ എടുക്കുകയാണ്.
ഒരു ഡെഡ് ആയിട്ടുള്ള നിങ്ങളിലേക്ക് ഒരു നേരത്തെ ആശ്രം പറഞ്ഞ പോലെ CPU ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. ആ ഒരു ഗ്യാപ്പും കൂടി അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളടുത്തേക്ക് ഒരു ഡെഡ് ഫോൺ വരാം, CPU ആവാം. അപ്പൊ CPU ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് ആദ്യം റെക്കഗ്നൈസ് ചെയ്യണം. എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? നിങ്ങളൊരു ഇതുവരെ പഠിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് പറഞ്ഞാൽ അവിടെ ലാസ്റ്റ് എങ്ങനെയാ ഒരു ഡെഡ് ഫോൺ വന്നു കഴിഞ്ഞാൽ അതിന്റെ അതൊന്നും ശരിയാ. നിങ്ങൾ നേരത്തെ പറഞ്ഞ എയിം എന്താണ്? എയിം നമ്മൾ പറഞ്ഞത് ഇവിടെ എയിം പോയോ? എയിം പറഞ്ഞത് എന്താ? ഏത് ഫോൺ വന്നു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് ശരിയാക്കാൻ പറ്റണം. ഈ എന്റെ അടുത്തേക്ക് ഒരു കസ്റ്റമർ കൊണ്ടുവന്നു ഒരു സാംസങ് A52 ഏതെങ്കിലും മോഡൽ, ഓപ്പോ, വിവോ ഏതെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ഫോണ് ഓൺ ആകാതെ കൊണ്ടുവന്നു. നീ ആദ്യം ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്? ഈ എന്താണ് ആദ്യം ചെയ്യുന്നത്? പേര് പറഞ്ഞത് അൽത്താഫ് ചെയ്യും. ഫസ്റ്റ് ചെയ്യണം ബോർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ബോർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് അപ്പുറത്ത് ബോർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ബോർഡ് കണ്ടീഷനിൽ എന്താണ് ചെക്ക് ചെയ്യുക? അതായത് ഞാൻ പറഞ്ഞത് എന്താണ്, നമ്മളത് അത് കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ള മെയിൻ ആയിട്ട് 2 ടൂളുകളാണുള്ളത്. നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യണം. അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ള കംപ്ലൈന്റ് നമുക്ക് സോൾവ് ചെയ്യാം. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്തൊക്കെ 2 ടൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഒന്ന് പവർ സപ്ലൈ, രണ്ടാമത് ഡിജിറ്റൽ മൾട്ടിമീറ്റർ. അത് വെച്ചിട്ട് എങ്ങനെയാണ് ബോർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്? പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ട് സെറ്റ് ഓൺ ആകുന്നുണ്ടോ എന്ന് നോക്കൂ എന്നല്ല. വേറെ അപ്പൊ അതിനെ കണക്ട് ചെയ്താണ്ട് വേറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ എല്ലാരും ഒന്ന് പറയട്ടെ. ഗ്രൗണ്ട് ചെയ്യാൻ എന്ത് ചെയ്യും? ബോർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് പിന്നെ ഓൺ ഓഫ് വോൾട്ടേജ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. എങ്ങനെ നോക്കും? പവർ സപ്ലൈ ഓൺ ഓഫ് വോൾട്ടേജ് കിട്ടുന്നുണ്ടോ എന്ന് പവർ സപ്ലൈ നോക്കാൻ പറ്റുമോ? പറഞ്ഞോട്ടൊക്കെ ഇതുണ്ട്, കുറെ പോയിന്റ് ഉണ്ട്. നമുക്ക് എന്ത് കിട്ടണം? അതിന് ക്ലാരിറ്റി വരുത്തണം. എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ കിട്ടണം. പിന്നെ ഷാസിന്റെ ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കും. ഓൺ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് എങ്ങനെ നോക്കും? അതൊക്കെ നമ്മൾ സെറ്റൊക്കെ അയക്കട്ടെ. അയക്കുന്നതിന് മുമ്പാണ് ചെക്ക് ചെയ്യേണ്ടത്. അയക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുള്ള ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റത്തെ പ്രൊസീജിയർ പ്രകാരം എന്ത് ചെയ്യും? ആംബിയർ ചാർജിങ്, അത് വേറെ പോയിന്റ്. ചാർജ് കയറുന്നുണ്ടോ എന്നുള്ളത് നോക്കും. ആശിക്ക് ഡെഡ് ആയിട്ടുള്ള ഒരു ഫോൺ കയ്യിൽ കഴിഞ്ഞാൽ ഫസ്റ്റ് അത് എവിടുന്ന് എന്ത് ചെയ്യണമെന്ന് അറിയോ? സ്റ്റാർട്ട് ചെയ്ത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആകാം. ഫസ്റ്റ് എന്ത് ചെയ്യും, സെക്കൻഡ് എന്ത് ചെയ്യും, തേർഡ് എന്ത് ചെയ്യും, ഫോർത്ത് എന്ത് ചെയ്യും, ഫിഫ്ത്ത് എന്ത് ചെയ്യും, സിക്സ്ത് എന്ത് ചെയ്യും, സെവൻത്ത് എന്ത് ചെയ്യും, എയ്ത്ത് എന്ത് സോൾവ്, റെക്കഗ്നൈസ് കംപ്ലൈന്റ്. ഇതിലേക്ക് എത്തണം. റെക്കഗ്നൈസ് ദാറ്റ് കംപ്ലൈന്റ്. ഫസ്റ്റ് എന്ത് ചെയ്യും, അതായത് ഫസ്റ്റ് 7 ചെയ്യുന്നത് ഒന്നാമത് ചെയ്യാൻ പാടില്ല. ആദ്യം ചെയ്യേണ്ടത് ആദ്യം തന്നെ ചെയ്യണം. രണ്ടാമത് ചെയ്യേണ്ടത് രണ്ടാമത് ചെയ്യണം. ആ ഒരു പ്രൊസീജിയർ പ്രകാരം പോകണം. അപ്പൊ അതിൽ ആദ്യം എന്ത് ചെയ്യും എന്നുള്ളതാണ് ആശ്ചര്യം പറയുന്നത്. ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കും. ചാർജ് കുത്തി നോക്കാം. അത് എങ്ങനെ, സാധാ ചാർജറിലാണോ നമ്മൾ പവർ സപ്ലൈയിലെ ചാർജറിലാണോ? നമ്മളെടുത്ത് ടൂള് കണ്ടു 6 വോൾട്ട് 6 വോൾട്ടില് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പൊ ഉള്ള ആംബിയർ റീഡിങ് നോക്കും. ചാർജ് കയറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട പോയിന്റ് അതാണ്.
അതിന്റെ കേസ് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളത് അല്ലെ. നിങ്ങൾ പറഞ്ഞതൊക്കെ പോയിന്റ് ആണ്. ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ആ കസ്റ്റമർ അടുത്തുനിന്ന് എങ്ങനെ ഡെഡായി എന്നുള്ള കേസ് ഹിസ്റ്ററി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞ പോലെ ചാർജിങ് നോക്കാം, പവറിന്റെ ആംബിയർ റീഡിങ് നോക്കാം. എന്നിട്ട് നോക്കിയിട്ട് എത്രയാണ് ആംബിയർ എടുക്കുന്നില്ല, ചാർജ് കയറാത്ത ഒരു ഫോണാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പോ? ഇപ്പൊ അത് ഫസ്റ്റ് എടുത്തു, കേസ് ഹിസ്റ്ററി എടുത്തു അല്ലെ. ആ കേസ് ഹിസ്റ്ററിയിൽ നമുക്ക് എന്തൊക്കെയാ ചോദിക്കാൻ പറ്റും? എന്നാണ് കേസ് ഹിസ്റ്ററിയിൽ എന്തൊക്കെയാ നമുക്ക് ചോദിക്കാൻ പറ്റും? എന്ന് തൊട്ടിട്ട് അത് വർക്കാവുന്നത്, എങ്ങനെയാണ് പോയത്, പിന്നെ അതേപോലെ തന്നെ ചാർജ് കൊണ്ടിരിക്കുന്ന സമയത്ത് ഓഫായി പോയതാണോ, കുറെ കാര്യങ്ങൾ വരും. ചിലപ്പോൾ വെള്ളത്തിൽ വീണതായിരിക്കാം. അയാളുടെ കസ്റ്റമറിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. എക്സാമ്പിൾ ആയിട്ട് അയാൾ ഒരു മീൻ മാർക്കറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, കസ്റ്റമർ ആയിട്ടാണ് വന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ഉപ്പുവെള്ളത്തെ അതിനുള്ളിലേക്ക് പോയിട്ടുണ്ടാവാം. നമ്മള് സെൽഫ് ആയിട്ട് അതിനെ അനലൈസ് ചെയ്യണം. ചിലപ്പോൾ നമ്മളെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സ് വെറൈറ്റി കസ്റ്റമേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഡോക്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ കുറച്ച് അത്രയും കെയർ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഫോണ് ഉപയോഗിക്കുക. അപ്പൊ അതൊന്നും അതിനുള്ള സാധ്യത ഉണ്ടാവില്ല. അപ്പൊ അത് എന്നിട്ട് ചിലപ്പോൾ ഡെഡ് ആയിട്ടുണ്ടാവും. അപ്പൊ മേ ബി ആള് രാത്രി ഇട്ടിട്ട് രാവിലെ വരെ ചാർജിൽ കുത്തി വെക്കുന്ന ഒരാളായിരിക്കാം. അപ്പൊ അങ്ങനത്തെ കേസ് ഹിസ്റ്ററിയിൽ നമ്മൾ മാക്സിമം കണ്ടന്റുകൾ എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തത് ചാർജ് കയറുന്നുണ്ടോ എന്ന് നോക്കി. ഈ ചാർജിങ് സമയത്ത് എന്താണ് നമ്മൾ അനലൈസ് ചെയ്യാം? ജെറ്റിന്റെ കേസാണ്. ചാർജിന്റെ പോർട്ടിൽ നോക്കും, വല്ലതും അടഞ്ഞിട്ടുണ്ടോ? അതെ, ചാർജ് കയറുന്നുണ്ട്, ചാർജിങ് ആംബിയർ എടുക്കുന്നുണ്ട്, പക്ഷെ എങ്കിലും ഓൺ ആകുന്നില്ല. ആ ഒരു കേസാണെന്നുണ്ടെങ്കിലോ ബാറ്ററിന്റെ ഇഷ്യൂസ് ആവോ? നെറ്റിന്റെ ഇഷ്യൂ ആവോ? ചാർജ് കയറുന്നു, യെസ്, ഓൺ ഓഫ് സ്വിച്ച് ആയിരിക്കും മേ ബി അല്ലെ. ചാർജ് കയറുന്നുണ്ട്, ആംബിയർ എടുക്കുന്നുണ്ട്, ഓൺ ആകുന്നില്ല. എന്തായിരിക്കും പിന്നെ? നമ്മളെ തിങ്കിങ്, നമ്മളെ ലോജിക്കൽ മൈൻഡ് എവിടേക്കാ പോകേണ്ടത്? അങ്ങനെ ലോജിക്കായിട്ട് എന്ത് ചെയ്യണം? അതിന്റെ ഓൺ ഓഫ് സ്വിച്ചിന് പ്രശ്നമായിരിക്കും എന്നുള്ളത് ആ രീതിക്ക് പോണ്ടേ. അപ്പൊ ഇത് രണ്ട് ഓപ്ഷൻ വരും, വിത്തൗട്ട് ചാർജിങ്, വിത്ത് ചാർജിങ്. വിത്തൗട്ടും വരും, വിത്തൗട്ടും വരും, വിത്ത് ചാർജിങ് ആണെങ്കിലോ? വിത്ത് ചാർജിങ്ങിലാണെങ്കിൽ പറഞ്ഞത് ഓൺ ഓഫ് ആയിരിക്കാം, കംപ്ലൈന്റ്. വിത്ത് ചാർജിങ് ആണ് പക്ഷെ ഓൺ ആവുന്നില്ല, എന്തായിരിക്കും? ഓൺ ഓഫ് സ്വിച്ച് ആയിരിക്കും. ഇനി അപ്പൊ നമുക്ക് അവിടെ തുടങ്ങി ഈ രണ്ടാമത്തെ സ്റ്റേജിൽ തന്നെ ഈ ഡെഡ് പ്രോബ്ലം എന്തായി മാറി? സോൾവ് ആയി. കസ്റ്റമർക്ക് ഓൺ ഓഫ് സ്വിച്ച് ചിലപ്പോൾ ഓൺ ഓഫ് സ്വിച്ചിനും രണ്ടെണ്ണം വരും. ചിലപ്പോൾ സ്വിച്ച് മാറ്റേണ്ടി വരും, ചിലപ്പോൾ സ്വിച്ചിന്റെ കണക്ഷൻ ബ്രേക്ക് ആയിരിക്കും. കണക്ഷൻ ബ്രേക്ക് ആയതാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ എവിടുന്നാണ് വരുന്നത് എന്നുള്ളത് ഏത് വെച്ചിട്ട് നോക്കാം, സിമാറ്റിക് ഡയഗ്രം നോക്കിച്ച് നോക്കാം. ഇനി അഥവാ കണക്ഷൻ അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? അവിടെയാണ് നമ്മൾ കണക്ഷൻ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എങ്ങനെയാ നോക്കാം? നമ്മള് അവിടെയാണ് മൾട്ടിമീറ്റർ, നമ്മളെ രണ്ടാമത്തെ യൂസ് ചെയ്യുന്ന ടൂൾ ആയിട്ടുള്ള മൾട്ടിമീറ്റർ ഉപയോഗിച്ചു. അവിടെ എത്ര GR വാല്യൂ, ഗ്രൗണ്ട് ആയിട്ടുള്ള GR വാല്യൂ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ പോകുന്ന പോയിന്റ് എവിടേക്കാണോ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ജമ്പർ ഇട്ട് കൊടുത്തോളൂ. അവിടെയും കണക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? അതിന്റെ അടുത്ത പോയിന്റ്. അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ എവിടേക്കാണോ പോകുന്നത്, ചിലപ്പോൾ മേ ബി പവർ ഐസിന്റെ ഉള്ളിൽ നിന്നൊക്കെ വരും. ഓൺ ഓഫ് സ്വിച്ചിക്കുള്ള കണക്ഷൻ എവിടെ നിന്ന് വരും? പവർ ഐസിന്റെ ഉള്ളിൽ നിന്ന് വരും. അപ്പൊ പവർ ഐസിന്റെ ഉള്ളിൽ നിന്ന് എന്ത് ഇട്ട് കൊടുക്കേണ്ടി വരും? ഓൺ ഓഫ് സ്വിച്ചിലേക്ക് ജമ്പർ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മളെ ഹാൻഡ് സ്കില്ല് ഇവിടെ വർക്കൗട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രം പോരാ. പവർ ഐസി റിമൂവ് ചെയ്യണം, റീകോൾ ചെയ്തിട്ട് ഏത് പോയിന്റിൽ നിന്നാണ് അപ്പൊ എന്ത് ചെയ്യണം? ഐസിന്റെ പോയിന്റുകൾ 1, 2, 3 എണ്ണാൻ പഠിക്കണം. അതൊക്കെ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. എവിടുന്ന് തൊട്ടിട്ട് 1, 2, 3, 4 പോയിന്റുകൾ എണ്ണിയിട്ടുണ്ടാവും എന്നുള്ളത് തുടങ്ങണം. അപ്പൊ ഏത് പോയിന്റിൽ നിന്നാണ് ഐസി രണ്ട് രീതിയിൽ അടയാളപ്പെടുത്തും. ഐസി ഇപ്പൊ ഇത്തരത്തിലുള്ള ഐസി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് കൊണ്ടുണ്ടെങ്കിൽ ഇത് ഒന്നിന്റെ എണ്ണാൻ തുടങ്ങും. ചിലപ്പോൾ വലിയ ബോളുകളുടെ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് വരും,
A1 A2 A3 വെളുത്തൂത്തി എന്നുള്ളൊരു A1 A2 A3 അത് സിമാറ്റിക് ഡയഗ്രാംസിൽ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ആ ഇതിലേക്ക് കടക്കല്ല, പക്ഷെ ഡെഡ് പോകണമെന്നുള്ള രീതിയിൽ ഇനിയിപ്പോ ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ഒരു A3 എന്നുള്ള പോയിന്റിൽ നിന്നാണ് പവർ എസിക്ക് കണക്ഷൻ മിസ്സായത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മള് ഇവിടെ കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. അവിടെ കണക്ഷൻ ഉണ്ട്, ഗ്രൗണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പുറത്തെ പോയിന്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ നിന്ന് ഒരു ജമ്പർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ആ ഓൺ ഓഫ് സ്വിച്ചിലേക്ക് കണക്ഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മളെ വർക്ക് അവിടെ ഫിനിഷ് ആവുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐസി ഊരണം നിങ്ങൾ ഹാൻഡ് സ്കില്ലിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഐസി ഊരിയിട്ട് അവിടെ ജമ്പറും കൂടി എടുക്കുമ്പോ ആ ഒരു ഇതോട് കൂടിയിട്ട് ഈ രണ്ടാമത്തെ സ്റ്റേജിനോട് കൂടിയിട്ട് ഇപ്പൊ പറഞ്ഞ പ്രോബ്ലം സോൾവ് ആയി. ഏത് ഓൺ ഓഫിന്റെ ആണെന്ന്. അപ്പൊ ഓൺ ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഓൺ ഓഫ് മാറ്റിയിട്ട് വെറുതെ ഓൺ ഓഫ് മാറ്റിയാണോ ചെയ്യാം? ഓൺ ഓഫിന്റെ ആവശ്യമില്ലാതെ ഓൺ ഓഫ് മാറ്റി കഴിഞ്ഞാൽ എന്താണ്? ഓൺ ഓഫ് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഓൺ ഓഫിലേക്കുള്ള കണക്ഷൻ മിസ്സാകുന്നത് കൊണ്ടായിരിക്കാം എന്തുണ്ടായിരിക്കുന്നത്? ആ ഫോണ് ഓൺ ആകാത്തത്. അപ്പൊ അത് എങ്ങനെ നോക്കണം എന്നുള്ളതും നമുക്കറിയണം. അതെങ്ങനെ നോക്കണം എന്നുള്ളത് അറിയണ്ടേ? അപ്പൊ അതാണ് GR വാല്യൂ വെച്ചിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യേണ്ട വെച്ചത്. പിന്നെ ഇനി ഇതല്ല, വിത്ത് ചാർജ് കയറുന്നില്ല, ഓൺ ആവുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ അടുത്ത മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോകേണ്ടി വരും. മൂന്നാമത്തെ സ്റ്റേജിൽ എന്ന് പറയുന്നത് പിന്നെന്താണ് നമ്മൾ ചെയ്യുക? CC കണക്ടർ CC ചെക്ക് ചെയ്യാം. ചിലപ്പോ ചാർജ് കയറാത്തത് എന്തുകൊണ്ടായിരിക്കാം? കണക്ടറിന്റെ ഉള്ളില് ഡസ്റ്റ് കുടുങ്ങിയിട്ടോ. CC മാറ്റിയിട്ട് ക്ലിയർ ആക്കി കഴിഞ്ഞതിന് ശേഷം ചാർജ് കയറുന്നുണ്ട്, അതോട് കൂടിയിട്ട് ആ പ്രോബ്ലം സോൾവ് ആയി. അപ്പൊ ഇത് കൂടി കഴിയും. ഇനി അതല്ല, CC മാറ്റിയിട്ടിട്ടും ചാർജ് കയറുന്നില്ല. CC സ്ട്രിപ്പ് നോക്കാം. CCന്റെ കംപ്ലീറ്റ് കൂടെ CC കഴിഞ്ഞു. പിന്നെ CC ചാർജിങ് ഒക്കെ കയറുന്ന എന്ത് ചെയ്തിട്ടും ചാർജ് ചെയ്യുന്നില്ല. CCന്റെ പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ. CC മാറ്റിയിട്ടിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ CCയിൽ ഏതൊക്കെ വോൾട്ടേജുകൾ പോകുന്നുണ്ട്, VCC വോൾട്ടേജ് ബാറ്ററി കണക്റ്റിലേക്ക് എത്തുന്നുണ്ടോ, അതൊക്കെ ഇതൊക്കെയാണ് നമുക്ക് മൊബൈൽ ഫോൺ ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ ആ ഒരു അൾട്ടിമേറ്റ് ആ സെക്ഷൻ കംപ്ലീറ്റ് ചാർജ് സെക്ഷന്റെ ഏതൊക്കെ വോൾട്ടേജുകളാണ് ഉണ്ടാക്കുന്നത്, PPH വോൾട്ടേജ് എന്താണ്, സിസ്റ്റം വോൾട്ടേജ് എത്രയാണ്, ഈ സംഭവങ്ങളൊക്കെ ഇതാക്കിയിട്ട് ആ ചാർജിങ് ബാറ്ററി കോൺടാക്റ്റിൽ നമുക്ക് എന്ത് കിട്ടണം? ആ ഒരു വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാലേ ചാർജ് കയറണം. അഥവാ ഇൻ കേസ് ആ പാത്തില് ബ്രേക്കിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ ഓക്കെ ആക്കണം, നമ്മൾ ഓൺ ഓഫ് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അതൊക്കെ നിങ്ങൾ നോക്കി നോക്കിയിട്ട് ഒക്കെ ക്ലിയർ ആണ്, പക്ഷെ എന്നിട്ട് സെറ്റ് ആവണം. ഇതിന് പറഞ്ഞത് ചാർജ് സെക്ഷൻ കംപ്ലീറ്റ് ഓക്കെ ആണ് എന്നുള്ളത് കാര്യം നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്തു. നേരത്തെ ഇതിപ്പോ വീണ്ടും ഇത് പവർ ഐസിന്റെ പോലെ തന്നെ ചാർജിങ് ഐസി വരുന്നുണ്ട്. ചാർജിങ് ഐസിൽ നിന്നുള്ള കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ടൈമിൽ കംപ്ലീറ്റ് ആക്കി. എന്നിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഓണാണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എവിടേക്ക് മൂവ് ചെയ്യും? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ചാർജിങ് ഫുള്ള് ചെക്ക് ചെയ്തു, ചാർജിങ് ഫുൾ ക്ലിയർ. നമ്മൾ ഇനി ചാർജിങ് ആയിട്ട് ഒരു ബന്ധമില്ല. ചാർജിങ് ഫുൾ ക്ലിയർ ആണ്, ചാർജിങ്ങിന്റെ പാത്ത് ക്ലിയർ ആണ്, ചാർജിങ് വോൾട്ടേജ് VPH വോൾട്ടേജ് ഒക്കെ ക്ലിയർ. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നതാണ്? എന്നിട്ടും സെറ്റ് ഓൺ ആവുന്നില്ല. ബാറ്ററിന്റെ ഇഷ്യൂ നമ്മള് ബാറ്ററിന്റെ ഇഷ്യൂ അല്ല, ബാറ്ററിന്റെ ക്ലിയർ ആക്കി. ബാറ്ററി സെക്ഷൻ ഓക്കെയാണ്, ചാർജിങ് സെക്ഷൻ ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ബാറ്ററി നമ്മൾ ആദ്യം നോക്കും. ചാർജിങ് നോക്കുന്ന സമയത്ത് രണ്ടാമത് നോക്കേണ്ടത് എന്താണ്? ബാറ്ററിയാണ്. കാരണം എന്താ, ആ ബാറ്ററി മറ്റേ വലുതായിട്ടുണ്ടോ, ബാറ്ററിന്റെ ഇതുണ്ടോ എന്നൊക്കെയുള്ള ആദ്യം തന്നെ നോക്കും. അപ്പഴോ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ 3 വരെ എത്തി. നാലാമത്തെ ഇത് ചാർജിങ്ങിന്റെ ഇത് കഴിഞ്ഞിട്ടോ കംപ്ലീറ്റ് ആയി. നാലാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താണ്, ആ ഒരു കംപ്ലൈന്റിനെ ഡയഗ്നോസിസ് ചെയ്യാണ്.
ആ ഡെഡ് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് അല്ലെ, ആ ഗ്യാപ്പാണ് നമുക്ക് നോക്കണ്ടേ. അപ്പൊ എന്തുകൊണ്ട് എന്നുള്ളത് നമുക്ക് എന്താണ്, പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് കുറിച്ചിട്ട് അറിയണ്ടേ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് അറിയണ്ടേ, എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് അറിയണ്ടേ. അപ്പൊ ചാർജിങ്ങിൻ്റെത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുത്തുള്ള രണ്ട് ടൂളാണ് പറഞ്ഞത്. ഒന്ന് പവർ സപ്ലൈയും ഒന്ന് മൾട്ടിമീറ്ററും. ഇത് രണ്ടും വെച്ചിട്ട് ഇതിനെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എവിടേക്കാണ് ഷോർട്ട് ഉണ്ട് എന്നുള്ളത്, എങ്ങനെ ഷോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ സെറ്റ് ഓൺ ആവില്ല അല്ലെ. അപ്പൊ ചാർജ് സെക്ഷൻ ചാർജിങ് ഫുൾ ഓക്കെ എന്ന് പറഞ്ഞു, എന്നിട്ട് സെറ്റ് ഓൺ ആണില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ എങ്ങനെ എവിടേക്കാണ് ആ ഇത് എത്തുന്നത്, നമ്മൾ തിങ്കിങ് പാറ്റേൺ, നമ്മൾ ചിന്തയാണ് ആദ്യം മാറണ്ടേ. ആ ചിന്ത കിട്ടിക്കഴിഞ്ഞാലാണ് എന്തുള്ളൂ കംപ്ലൈന്റിന്റെ സൊല്യൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ്, നമ്മളിത് എന്തുണ്ട്, പവർ സപ്ലൈ ഉണ്ട്, മൾട്ടിമീറ്റർ ഉണ്ട്. നമ്മൾ പവർ സപ്ലൈയിൽ എടുത്തു നോക്കുക. അപ്പൊ ശരിക്ക് ഒരു ഓൺ സെറ്റ് എടുക്കുന്ന പവർ സപ്ലൈയിൽ എടുക്കുന്ന ആംബിയർ റേഞ്ചിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണ വേണം. ഒരു സെറ്റ് ഓൺ ആകാൻ എടുക്കുന്ന ആംബിയർ റേറ്റ് എത്ര ഇപ്പൊ നമ്മളെടുത്ത് ശരിക്ക് എന്താ സർവീസ് സെന്ററിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. എല്ലാ ഫോണിന്റെയും ആംബിയർ മീറ്റിംഗിന്റെ റീഡിങ് എഴുതിയെടുക്കുക എന്നുള്ളത് നല്ലൊരു ഹാബിറ്റാണ്. എന്താ കാരണം വെച്ചാൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ഫോണുകൾ വരും. ആ ഫോണിന്റെ ആംബിയർ റീഡിങ്, അതായത് സ്റ്റാർട്ട് ചെയ്ത് ആ എൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ബൂട്ട് സീക്വൻസ് നോട്ട് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അതിലെന്തെങ്കിലും വേരിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ എത്രയാണ് ശരിക്കും ആംബിയർ റേറ്റ്, വർക്കിംഗ് ഫോൺ ആംബിയർ എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അപ്പൊ എത്രയാണ് ആ ധാരണ അറിയോ? ഒരു വർക്കിംഗ് ഫോൺ പവർ സപ്ലൈ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആംബിയർ എടുക്കുന്നതിനെ കുറിച്ചുള്ള ധാരണ എങ്ങനെയാണ് അതിന്റെ ബൂട്ടിങ്ങിന്റെ സീക്വൻസ് വരുന്നത്. 0 സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയായിരിക്കും പവർ സപ്ലൈയില് ഉണ്ടാവുക, എങ്ങനെയായിരിക്കും പവർ സപ്ലൈയിൽ നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിന്റെ സീക്വൻസ് വരിക. ശരിക്കും വർക്കിംഗ് ഫോൺ ആണ്, ഇത് ഡെഡ് അല്ല കേട്ടോ. വർക്കിംഗ് ഫോൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? അതിന്റെ ബൂട്ട് സീക്വൻസ് അതായത് അതിന്റെ ബൂട്ട് സീക്വൻസ് 20, 30, 40, 60, 90, 100, പിന്നെ അതേപോലെ തന്നെ 150, 200, 250, 300, 400. അത് ഇങ്ങനെ വന്ന് പിന്നെ വീണ്ടും കുറഞ്ഞ് 40, 30. ഇതാണ് ശരിക്കും ആ ഒരു ഫോണിന്റെ, ഒരു വർക്കിംഗ് ഫോണിന്റെ ബൂട്ട് സീക്വൻസ്. അതായത് നമ്മൾ ഇങ്ങനെ ഓൺ ആകുന്ന സമയത്ത് കേട്ടോ, ഓൺ ആകാത്ത സമയത്ത് എന്തായിരിക്കും കാണിക്കുക? 0 തന്നെ ആയിരിക്കും. നമ്മള് പവർ ബട്ടൺ ഒരു പവർ സപ്ലൈ ഇതാക്കിയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബൂട്ട് സീക്വൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ഇതിലേക്ക് ഇങ്ങനെ വരും ഇല്ല. അതായത് മാക്സിമം കറന്റ് എടുക്കുന്നത് എത്രയാണ്? മാക്സിമം ഇവിടെ എത്ര കറന്റ് എടുത്തത്? ആ കറന്റ് എടുക്കുന്ന റീഡിംഗ് ആണ് ഇതിൽ കാണിക്കുന്നത്. മാക്സിമം എത്ര കറന്റ് എടുക്കണം? 400 വരെ എടുക്കും അല്ലെ. കറന്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ഇലക്ട്രോണിക്സോട് അപ്ലൈ ചെയ്യുന്നത്. കറന്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു കറന്റിനെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇത് വർക്കിംഗ് ഫോൺ ആണ്, കറന്റ് കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? എന്താണ് ഓംസ്? നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടാവും ഓംസ് ലോ. എന്താണ് ഓംസ് ലോ? എന്താ സാർ ഓംസ് ലോ എന്താണ്? ഓംസ് ലോ എന്താ അറിയില്ല? ഷാനവാസ് എന്താ അറിയില്ല? ആരെങ്കിലും ഉണ്ടോ? റുബൈബ് സാർ ഓംസ് ലോ ചോദിച്ചിട്ട് ഒറ്റ ഒന്നും ആൻസർ പറഞ്ഞായിരുന്നു.
പഠിച്ചിട്ടില്ല. ഇത് എവിടെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് ഇതിന്റെ ബൂട്ട് സീക്വൻസ് ആണെന്ന് പറഞ്ഞു. ഇതില് ഈ നമ്പറിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓംസ് ലോയിലെ ഒരു കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് അറിയേണ്ടത്. അപ്പൊ ഓംസ് ലോ എന്ന് പറഞ്ഞ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഒന്നും മാറാത്ത രീതിയിൽ പഠിച്ചിട്ടില്ലേ? ഇതെന്താണ് ഐ ഈക്വൽ ടു വി ബൈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിലെടുക്കുന്ന നമ്മളിവിടെ റീഡ് ചെയ്യുന്ന റീഡിങ് എന്താണ്? നമുക്ക് കിട്ടുന്ന റീഡിങ് എന്താ? നമുക്കിവിടെ ഈ ആംബിയർ മീറ്ററിൽ ഞാൻ ആദ്യം പറഞ്ഞു 2 ടൂളുകൾ ഉപയോഗിച്ചിട്ട്, ഏതാ? പവർ സപ്ലൈയും മൾട്ടിമീറ്ററും. പവർ സപ്ലൈയിൽ കിട്ടുന്ന റീഡിങ് എന്താണ്? പവർ സപ്ലൈയിൽ ഔട്ടിൽ കിട്ടുന്ന റീഡിങ് എന്താണ്? കറന്റ്. അതായത് ഈ ഐ ഇതിന്റെ റീഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പവർ സപ്ലൈന്റെ ഔട്ടിൽ എന്താ കിട്ടുന്നത്? ഇതിന്റെ റീഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ റീഡിംഗ് ഏതിന് അനുപാതത്തിലായിരിക്കും? വോൾട്ടേജിന് നേർ അനുപാതത്തിലും റെസിസ്റ്റൻസിന് വിപരീത അനുപാതത്തിലായിരിക്കും. വോൾട്ടേജ് നമ്മളൊന്നും വേരി ചെയ്യുന്നില്ല. വോൾട്ടേജ് എത്ര? ഡീബാറ്റ് വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ടാണ് വോൾട്ടേജ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെ? ഡെഡ് ഫോണിനാണെന്നുണ്ടെങ്കിലും വർക്കിംഗ് ഫോണിനാണെന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ വോൾട്ടേജ് എത്ര സെറ്റ് ചെയ്യാൻ പറയല്? 3.5 to 4 വോൾട്ട് എന്താണല്ലേ? അപ്പൊ വോൾട്ടേജിൽ ഒരു വേരിയേഷനും വരുന്നില്ല. വോൾട്ടേജിൽ ഒന്നും വേരിയേഷനും വരുന്നില്ല. പിന്നെ എവിടെയാണ് വേരിയേഷൻ വരിക? റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓം അല്ലെങ്കിൽ ഇമ്പിഡൻസ്. നമ്മൾ ഇതിലെടുക്കുന്നത് ഇമ്പിഡൻസ് ആയിട്ടാണ് നിൽക്കുക. അപ്പൊ ഈ റെസിസ്റ്റൻസ് കുറയുമ്പോ കറന്റ് എന്തായി മാറും? റെസിസ്റ്റൻസ് കുറയുമ്പോ കറന്റ് കൂടും. കറന്റ് ഫ്ലോ കൂടും, അല്ലെ? അപ്പൊ ഇവിടെ റെസിസ്റ്റൻസ് കുറയുന്ന സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ കറന്റ് ഫ്ലോ വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറന്റ് ഫ്ലോ കൂടാൻ ഇവിടെ ഏറ്റവും കൂടുതൽ കറന്റ് ഫ്ലോ കൂടുന്നത് 400 ആംപിയർ ആണ്, അല്ലെ? ആ 400 ആംപിയറിൽ വെക്കുന്ന സമയത്താണ് റെസിസ്റ്റൻസ് ഏറ്റവും കുറഞ്ഞ് എല്ലാ സെക്ഷനും വർക്കിംഗ് ആകുകയാണെന്നുണ്ടെങ്കിൽ ഈ 400 ആംപിയർ വരെ വന്ന് പിന്നെ ഇങ്ങനെ ബൂട്ട് സീക്വൻസ് കുറഞ്ഞ് 20 വരെ വരും. ആ സ്ലീപ്പ് മോഡിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് ആക്ച്വൽ ആയിട്ടുള്ള ഒരു ഇത്. ആംബിയർ മീറ്ററുകൾ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് 0 ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന 400 പീക്കിലെത്തിയിട്ട് പിന്നെ കുറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പൊ ഇൻ കേസ് ഷോർട്ട് ആയി എന്ന് പറഞ്ഞു, നിങ്ങൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും സെക്ഷൻ ഷോർട്ട് ഉണ്ടാവും. ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണ് ഷോർട്ട്? ഷോർട്ട് എന്നുള്ള വാക്കിന് അർത്ഥം 2 കണക്ഷൻ തമ്മിൽ കൂട്ടിമുട്ടി വരുന്ന ഷോർട്ട്. അവിടെ റെസിസ്റ്റൻസ് എത്രയാണ്? 0, അല്ലെ? ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് 0 ഓമിലേക്ക് വരുന്നതിനാണ് ഷോർട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് വരുമ്പോ കറന്റ് എത്ര എടുക്കും? ഓവറായിട്ട് കറന്റ് എടുക്കും, അല്ലെ? ഓവറായിട്ട്. ഇപ്പൊ ഇൻ കേസ് നമ്മള് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യണം. പവർ സപ്ലൈയിൽ ഇത് കണക്ട് ചെയ്ത് നമ്മൾ പവർ ഓൺ ചെയ്യാതെ തന്നെ അവിടെ ഒരു കറന്റ് വാല്യൂ റീഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവിടെ ഷോർട്ട് ഉണ്ട്, ഏതോ സെക്ഷൻ ഷോർട്ട്. പിന്നെ നമ്മളുടെ എയിം എന്ന് പറയുന്നത് ആ ഷോർട്ട് ഉള്ളത് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ആ ഷോർട്ട് ഉള്ളത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യും. ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഫോണ് ഓക്കെ ആയി മാറും. മനസ്സിലായോ? അത് ആ ഷോർട്ട് ഉള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഷോർട്ട് ഉണ്ട്. ആ ഷോർട്ട് ഇത് കണ്ടുപിടിക്കാൻ 2-3 മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഷോർട്ട് ഉള്ളത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ തെർമൽ ക്യാമറ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതാക്കാം. എവിടെയാണ് വോൾട്ടേജ് തെർമൽ ക്യാമറ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സെക്ഷനിലും ഇപ്പൊ ഒരു ഫോൺ ഓൺ ആകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫോൺ ബാറ്ററി ഇട്ട് ഓൺ ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വർക്ക് ചെയ്യേണ്ടത് എന്താ? പവർ ഐ സിമൊക്കെ എത്തി പവർ ഐ സിക്ക് ഡിഫറെന്റ് സെക്ഷനിലേക്ക് വോൾട്ടേജുകൾ പോകും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇതൊരു പവർ ഐ സി ആണെന്ന് വിചാരിക്കാം. ഇതൊരു പവർ ഐ സി. പവർ ഐ സി എന്താണ് ചെയ്യുന്നത്? ഓരോ സെക്ഷനിലേക്കും വോൾട്ടേജുകൾ
എത്രയാണ് ആവശ്യമുള്ളത് അങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിന്റെ സെയിം ഉപയോഗം തന്നെ കമ്പ്യൂട്ടറിൽ നമ്മളുണ്ട് SMPS ഉണ്ട്. SMPSന്റെ ഉപയോഗം എന്താ, ഓരോ സെക്ഷനിലേക്കും അല്ലെ ഹാർഡ്വെയർ കഴിഞ്ഞാണ് SMPS എന്തെങ്കിലും ഓരോ സെക്ഷനിലേക്ക് സെപ്പറേറ്റ് വോൾട്ടേജ് കൊടുക്കുക എന്നുള്ള അതേ രീതിയിൽ തന്നെയാണ് പവറൈസ് ചെയ്യുന്ന ഡിഫറെന്റ് സെക്ഷനിലേക്ക് ഡിഫറെന്റ് വോൾട്ടേജുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മള് മൊബൈൽ ഫോണിലുള്ള കമ്പോണന്റ് ഏതാണ്, പവറൈസ്. ആ പവറൈസ് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു. അപ്പൊ ആദ്യം തന്നെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ വേറെ മെയിൻ ആയിട്ട് വേറെ ഉണ്ട് ക്രിസ്റ്റൽ, പിന്നെ CPU. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ഇതിലുള്ള കമ്പോണൻസ്. നമ്മൾ മൊബൈലില് ഒന്ന് പവർ, ക്രിസ്റ്റൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ക്രിസ്റ്റൽ ക്രിസ്റ്റല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഇപ്പൊ മൊബൈലിന്റെ ഇതില് ഡിജിറ്റൽ അത്ര ഡീറ്റിലേക്ക് പോകണ്ട, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ മൊബൈലിനെ മനസ്സിലാക്കുന്ന ഒരു കമ്പനി. നമ്മളിപ്പോ മലയാളം സംസാരിക്കുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നുണ്ട്. ഫോണിന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല, മലയാളം മനസ്സിലാവില്ല, ഇംഗ്ലീഷ് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. അവിടേക്ക് സ്മാർട്ട് ഫോൺ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ അവർക്ക് വോൾട്ടേജ് വരുന്നില്ല. അതിന്റെ ഒരു സീക്വൻസ് ആണ് ശരിക്കും എന്ത് പറഞ്ഞാൽ അത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 0, 1 എന്ന് പറയും, ലോജിക്കൽ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ ലോജിക്കൽ സിഗ്നലുകൾ ഉണ്ടാക്കുന്ന ബ്ലോക്ക് ക്രിസ്റ്റൽ ഒരു ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി ഒക്കെ ഇലക്ട്രോണിക്സ് ആണ്. ഫ്രീക്വൻസി പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന സൈക്കിളിന്റെ എണ്ണത്തെ. ഇതൊക്കെ എന്തിനാണ് അറിയണമെന്നുള്ളത്, ഈ ബ്ലോക്ക് ക്രിസ്റ്റൽ 26 മെഗാഹെർട്സിലുള്ള ക്രിസ്റ്റൽ ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാലാണ് അങ്ങനത്തെ സിഗ്നൽ ഫോണിന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളിലുള്ള കമ്മ്യൂണിക്കേഷൻസ് മാറ്റുന്നത് സംഭവമാണ് ശരിക്കും ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ആക്ച്വലി ആയിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഈ ക്രിസ്റ്റലും CPU ആണ്. അപ്പൊ CPU വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ പവർ സപ്ലൈ ഓണാക്കിയ സമയത്ത് എന്ത് ചെയ്യണം, ഓണാക്കിയ സമയത്ത് പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ആദ്യം ചെയ്യുന്നത് പവർ ഐസി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആംബിയർ എടുക്കൂല. പവർ ഐസി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, നേരത്തെ കളിച്ച സീക്വൻസ് മനസ്സിലായില്ല, ആ സീക്വൻസിൽ തീരെ ആംബിയർ എടുക്കാതെ ഇരിക്കും. ഈ പവർ ഐസി ഓക്കെയാണ്, പവർ ഐസി വോൾട്ടേജ് ഉണ്ടാക്കിയ സമയത്ത് പിന്നീട് രണ്ടാമത് വർക്ക് ചെയ്യുന്നത് CPU-യിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. CPU വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബക്ക് വോൾട്ടേജ് എന്ന് പറയുന്ന 0.9 വോൾട്ട്, 1.1 വോൾട്ട്, 0.08 വോൾട്ട് ഈ ഒരു ബക്ക് കോയിൽ വഴി ഇത്രയും വോൾട്ടേജുകൾ കൊടുക്കുന്നു. എന്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്, CPU സ്റ്റേബിളായി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഏത് വഴിയാണ് കൊടുക്കുന്നത്, ബക്ക് കോയിൽ വഴിയാണ് അത് കൊടുക്കുന്നത്. ഈ ബക്ക് കോയിലിന്റെ വോൾട്ടേജുകൾ, ബക്ക് കോയിൽ ഷോർട്ടാണ് എന്നുണ്ടെങ്കിൽ എന്ത് വരില്ല, അവിടെ CPU വർക്ക് ചെയ്യില്ല. ബക്ക് കോയിൽ ഓരോ ഇപ്പൊ 0.9 ഒരു കോയിൽ ഉണ്ടാവും, 1.1 വേറൊരു കോയിൽ ഉണ്ടാവും, 0.8 വേറൊരു കോയിൽ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് സ്കീമാറ്റിക് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ വോൾട്ടേജ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആംബിയർ എടുക്കുന്ന സമയത്ത് എന്തുണ്ടായി മാറും, എന്താണ് ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ള നിങ്ങളൊരു ലോജിക്കൽ വെച്ചിട്ട് പറഞ്ഞതാണ്. ബക്ക് കോയില് പവർ ഐസി ഓക്കെയാണ്, ബക്ക് കോയില് CPU വർക്ക് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം, എത്രയായിരിക്കും ആംബിയർ എടുക്കാം. ആദ്യം പവർ ഐസി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗുഡ് സീക്വൻസ് എങ്ങനെയാണ് 20, 40, 30 അല്ലേ. അതായത് 20, 40, 60, 90 ഒക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോ എന്ത് വരുന്നുണ്ട്, CPU വർക്കിംഗ് ആക്കുന്നില്ല, CPU-യിലേക്ക് വോൾട്ടേജ് എത്തുന്നില്ല. മനസ്സിലായോ? അപ്പൊ CPU ഇതിലിങ്ങനെ ആംബിയൻ സീക്വൻസ്. പിന്നെ അപ്പൊ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് അത് മനസ്സിലാകുകയുള്ളൂ, CPU-യിലേക്ക് വോൾട്ടേജ് എത്തുന്നില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, അപ്പൊ CPU-യിലേക്ക് വോൾട്ടേജ് എത്താതിരിക്കാൻ കാരണം എന്താണ്, പറഞ്ഞു കോയിൽ വഴിയാണ്, ബക്ക് കോയിൽ വഴിയാണ് CPU-യിലേക്ക് വോൾട്ടേജ് പോകുന്നത്. അപ്പൊ ഈ ബക്ക് കോയില് CPU-യിലേക്ക് കൊടുക്കുന്ന ബക്ക് കോയിലിനെ ട്രേസ് ചെയ്യുക എന്നുള്ളതാണ് ഡയഗ്നോസിസ് ചെയ്യാനുള്ള നെക്സ്റ്റ് മെത്തേഡ്. അപ്പൊ ഇൻ കേസ് അപ്പൊ എന്ത് ചെയ്യണം, നമ്മള് ബക്ക് കോയിലിന്റെ ഇംപിഡൻസ് എത്രയാണ് എന്നുള്ളത് നമ്മളെ കുറിച്ചിട്ട് ധാരണ ഉണ്ടാവണം. ബക്ക് കോയിലിന്റെ ഇംപിഡൻസ് എത്രയാണ്,
ബക്ക് ഓയിലിലേക്ക്. അപ്പൊ വർക്കിംഗ് ഫോണിൽ ബക്ക് ഓയിലിന്റെ ഇമ്പിഡൻസ് എത്രയാണ് കാണിക്കുക? വർക്കിംഗ് ഫോണിന്റെ ബക്ക് ഓയിലിന്റെ ഇമ്പിഡൻസ് അല്ലെങ്കിൽ GR വാല്യൂ എന്ന് പറയുന്നത് 10, 20, 30. അവിടെ നമ്മൾ 0 കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും വരുന്ന എത്രയാണ് ബക്ക് ഓയിലിന്റെ ഇമ്പിഡൻസ് എത്രയാണ്? അത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു വർക്കിംഗ് ഫോൺ എടുത്തിട്ട് എത്രയാണ് ബക്ക് ഓയിലിന്റെ ഇമ്പിഡൻസ് എത്രയാണെന്ന് ട്രേസ് ചെയ്യണം. ട്രേസ് ചെയ്തിട്ട് മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് ബക്ക് ഓയിലിന്റെ ഇമ്പിഡൻസ് എത്രയാണ് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? ശരിക്കും വർക്കിംഗ് ഫോണിൽ 20, 30 ഒക്കെ വരിക. അത് അവിടെ 0 കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആ കോയില് ഷോർട്ട് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ ലോജിക്കൽ മൈൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്നിട്ട് ആ ചിലപ്പോ കോയില് ഷോർട്ട് എങ്ങനെയാ നോക്കാം? കോയില് ഷോർട്ട് എങ്ങനെയാ നോക്കാം? കോയിലിന്റെ ആക്ച്വലി ഷോർട്ട് തന്നെ ആയിരിക്കും. 2 പോയിന്റുകളും ഊരിയിട്ട് ആ കോയിൽ ഊരിയിട്ട് ആ 2 പോയിന്റ് ഷോർട്ട് ഉണ്ടോ നോക്കാം. എന്നിട്ട് ആ 2 പോയിന്റ് 2 പോയിന്റ് ഉണ്ടാവില്ലേ? ഈ പോയിന്റ് എവിടേക്കാണ് പോയിന്റ്? ആ പോയിന്റ് ഇവിടെ ഒരു പോയിന്റ്, ഈ പോയിന്റ് ആണ്. ഈ പോയിന്റ് എവിടേക്കാണ് പോകുന്നത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതില് ആ പാർട്ടിൽ ഏതെങ്കിലും കമ്പോണൻസ് ഷോർട്ട് ഉണ്ട് എന്നുണ്ടെങ്കിലും എന്തുണ്ടാവും? CPU-ലേക്ക്. അപ്പൊ നേരത്തെ പറഞ്ഞ ആശിർ പറഞ്ഞ ഉത്തരം കിട്ടി. എപ്പോഴാണ് നമ്മൾ CPU മാറ്റേണ്ടത്, എപ്പോഴാണ് മാറ്റേണ്ടാത്തത്? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ CPU മാറ്റി കഴിഞ്ഞാൽ സെറ്റ് ശരിയാവോ? മേ ബി പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? റീബോൾ ചെയ്യും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ പാത്തിൽ ഏതെങ്കിലും കമ്പോണൻസ് ഈ ഷോർട്ട് ഉണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? ആ ബക്ക് ഓയിലിന്റെ ഇമ്പിഡൻസ് നമുക്ക് ആദ്യം റീഡ് ചെയ്യാൻ പറ്റണം. അത് എത്രയാണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവണം. എന്നിട്ട് ഇത് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ CPU ചെക്ക് ചെയ്യേണ്ടി തന്നെ വരില്ല. ഈ കുറച്ചുകൂടി പറയേണ്ട അർത്ഥം. ഓക്കെ, ഇതാണ് നമ്മള് ഡയഗ്നോസിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ആ ഡയഗ്നോസിങ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കംപ്ലൈന്റ് കണ്ടുപിടിക്കേണ്ടത്. കംപ്ലൈന്റ് കണ്ടുപിടിച്ചാലല്ലേ നമ്മൾ ശരിയാക്കാനുള്ള അവസരമുള്ളൂ. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കണ്ടുപിടിക്കാന്നുള്ളത്. ഓക്കെ, അത് ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ, നിങ്ങളെ ലോജിക്കലായിട്ട് നിങ്ങളെ തിങ്കിങ് പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചത്. മനസ്സിലായി എന്ന് വിചാരിക്കാം. മനസ്സിലായിട്ടില്ലേ?